നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ബീഫ്. സാധാരണ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നാടൻ സ്റ്റൈലിലുള്ള ബീഫ് റെസിപ്പി അല്ലേ. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ നാടൻ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ ബീഫാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിവിടെ കനം കുറഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ബീഫ് എപ്പോഴും എല്ലുള്ള പീസാണ് ടേസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ റെസിപ്പിക്ക് വേണ്ടി എല്ലില്ലാത്ത ബീഫാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത ബീഫ് ഒരു പ്രഷർ കുക്കറിലിട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർക്കണം നിർബന്ധമില്ല, ബീഫിൽ നിന്ന് തന്നെ ആവശ്യത്തിലധികം വെള്ളം ഇറങ്ങി വന്നോളും. ബീഫിൻ്റെ വേവ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ബീഫും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറും എല്ലാം അനുസരിച്ചിരിക്കും. ചില ബീഫ് വേവ് കൂടുതലുള്ളതാവും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ബീഫ് ഉണ്ടാവും. ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ തക്കാളി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ തക്കാളി പ്യൂരി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരു മിക്സറിലോട്ടിട്ട് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്ത് മിക്സറിലോട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. അതിൽ ചെറിയ പീസ് പോലും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ജ്യൂസ് പോലെ അരഞ്ഞ് കിട്ടണം. ഈ പ്യൂരി ചെയ്ത തക്കാളി നമുക്ക് മാറ്റി വെക്കാം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീഫ് വെന്ത് വരാൻ വേണ്ടിയിട്ട് 8 വിസിലാണ് എടുത്തത്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. അതിലോട്ട് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ല വേറെ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ച സ്മെല്ല് മാറിയ ഇഞ്ചി വെളുത്തുള്ളിയിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇതും കൂടെ ആഡ് ചെയ്ത് എണ്ണയിലിട്ട് നന്നായി വറുത്തെടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയ ഈ മസാലയിലോട്ട് തക്കാളി, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളി പ്യൂരി ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മസാലയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ശരിക്ക് എണ്ണയിലോട്ട് തന്നെ ആഡ് ചെയ്യേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. എണ്ണയിൽ തന്നെ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആഡ് ചെയ്തില്ല, അതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ്. പ്യൂരിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഇതും കൂടെ വരുമ്പോൾ നമ്മൾ ബീഫിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇത് ബീഫ് സ്റ്റോക്കാണ്. ബീഫ് വേവിക്കുമ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതാണിത്. ഇതും കൂടെ ചേർത്ത് പിന്നെ ബീഫും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ബീഫിൽ ഈ മസാല നന്നായി പിടിച്ചു വരണം കേട്ടോ. അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ആ മസാലയിൽ നന്നായിട്ട് സെറ്റായി വരണം. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് ഈ തക്കാളി പ്യൂരിയിലോട്ടൊന്നും ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കസൂരി മെത്തി കൂടെ ആഡ് ചെയ്യാം. ഇത് ഞാൻ ചൂടാക്കി പൊടിച്ചെടുത്ത കസൂരി മെത്തിയാണ്. സാധാരണ നമ്മൾ ഉലുവയാണ് ബീഫിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ കസൂരി മെത്തിയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ഈ കസൂരി മെത്തിയും മല്ലിയിലയൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് സെറ്റാവട്ടെ, ഒന്ന് അടച്ചു വെക്കാം. ഈ ബീഫ് നാടൻ ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് ആരും സംശയിക്കൊന്നും വേണ്ട, നല്ല ടേസ്റ്റുള്ള ബീഫ് തന്നെയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്നും ശരിക്കും വ്യത്യസ്തമാണ്. ഉള്ളിയും ഉലുവയും മല്ലിയും ഒന്നും ഇടാതെ നമ്മൾ നാടൻ സ്റ്റൈലിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റൈൽ തന്നെയാണ്. പക്ഷേ ആ ഒരു തക്കാളി പ്യൂരിയും പിന്നെ ആ മസാല നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത മസാലയിലൊക്കെ കിടന്ന് റെഡിയായി വരുന്ന ബീഫിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ആരും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്, നല്ല ടേസ്റ്റുള്ള ബീഫ് തന്നെയാണിത്. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡിയാണ്.
ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫാണിത്. പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. എന്നാൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ബീഫ് ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.